الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 28-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون ويوم نحشرهم നാം അവരെ ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ ജമീഅൻ എല്ലാവരെയും ഒന്നാകെ സുമ്മ നഖൂലു പിന്നെ നാം പറയും ലില്ലദീന അശ്റകൂ ബഹുദൈവ വിശ്വാസികളോട് മക്കാനക്കും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തു തന്നെ നിൽക്കുക അൻതും നിങ്ങളും വശുറക്കാഉക്കും നിങ്ങളുടെ പങ്കാളികളും ഫസയ്യൽനാ ബൈനഹും നാം അവർക്കിടയിൽ വേർതിരിക്കും വഖാല ശുറക്കാഉഹും അവരുടെ പങ്കാളികൾ പറയും മാ കുൻതും നിങ്ങളായിരുന്നില്ല ഇയ്യാന ഞങ്ങളെ തഅ്ബുദൂൻ ആരാധിക്കുന്നവർ, നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല എന്ന് ആരാധിക്കപ്പെട്ടവർ അനുയായികളോട് പറയും. ഒന്നുകൂടെ അർത്ഥം പറയാം. വയൗമ നഹ്ശുറുഹും ഹശറ മഹ്ശർ സൂറത്തുൽ ഹശ്ർ ഒക്കെ നമുക്കറിയാലോ, ഒരുമിച്ച് കൂട്ടുക. യൗമ നഹ്ശുറുഹും നാം അവരെ ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ ജമീഅൻ ഒന്നാകെ അവരെ ഒന്നാകെ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ പിന്നെ ശിർക്ക് ചെയ്തവരോട് ബഹുദൈവത്വപരമായ വിശ്വാസവും നിലപാടും സ്വീകരിച്ചവരോട് നമ്മൾ പറയും മക്കാനക്കും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തു തന്നെ നിൽക്കുക, അനങ്ങാൻ പാടില്ല, അവിടെ നിന്നുകൊള്ളണം. അൻതും നിങ്ങളും വശുറക്കാക്കും നിങ്ങളുടെ ദൈവങ്ങളും നിങ്ങളുടെ പങ്കാളികളും നിങ്ങളുടെ ആരാധ്യരും. ഫസയ്യൽനാ ബൈനഹും നാം അവർക്കിടയിൽ വേർതിരിക്കും. സയ്യല സാല എന്ന് പറഞ്ഞാൽ നീങ്ങീന്ന, സയ്യല പറഞ്ഞാൽ നീക്കീന്ന, നീക്കി നിർത്തും. വഖാല ശുറക്കാഉഹും അപ്പോൾ അവരുടെ പങ്കാളികൾ അവർ ആരെയാണോ ഇലാഹായി ആരാധിച്ചത് പൂജിച്ചത് അവർ പറയും മാ കുൻതും നിങ്ങളായിരുന്നില്ല ഇയ്യാന ഞങ്ങളെ തഅ്ബുദൂൻ ആരാധിക്കുന്നവർ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നില്ല എന്ന് ആരാധ്യരായ ആളുകൾ അനുയായികളുടെ ആരാധനയെ നിഷേധിക്കും. ഇതേ കാര്യം നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ 166-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് തബറ അല്ലദീനത്തുബിഉ മിനല്ലദീനത്തബഉ പിന്തുടരപ്പെട്ട നേതാക്കളും ആരാധ്യരുമൊക്കെ ഒഴിഞ്ഞു മാറും. മിനല്ലദീനത്തബഉ പിന്തുടരുന്നവരിൽ നിന്ന്. ഇപ്പോൾ നേതാക്കളെ പിന്തുടരുക, നേതാക്കളുടെ അനുയായികളായി മാറുക എന്ന് പറയുമ്പോൾ അവർ നമ്മളെ എന്തിലേക്കാണ് എങ്ങോട്ടാണ് വിളിക്കുന്നത്, എന്താണ് അവർ പ്രചരിപ്പിക്കുന്നത്, പ്രബോധനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത അനുയായികൾക്കുണ്ട്. ഏതെങ്കിലും ഒരു ഷെയ്ഖ് പറയുമ്പോൾ, ഒരു ഉസ്താദ് പറയുമ്പോൾ ഈ ഉസ്താദ് ദൈവം ചമയുകയാണോ, ഈ ഉസ്താദ് ഞങ്ങളെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത അനുയായികൾക്കുള്ളതാണ്. ഇത് നമുക്ക് സൂറത്തു
ഫുർഖാനിൽ സൂറത്ത് ഫുർഖാനിൽ 17, 18, 19 ആയത്തുകൾ ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്, പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സൂറത്ത് ഫുർഖാൻ എന്ന് പറയുമ്പോൾ സൂറത്തു നൂറിൻ്റെ ശേഷം വരുന്ന അതിൽ 17, 19 ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പേജ് 361 ആ പേജിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വരിക. 17, 18, 19 ഈ കാര്യം പല പദപ്രയോഗങ്ങളിൽ അല്ലാഹു തആല പല സബയിലും അൻആമിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വയൗമ യഹ്ശുറുഹും, അതാ അവിടെ ഇവിടെ നമ്മൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്. വയൗമ യഹ്ശുറുഹും, അവൻ അവരെ ഒരുമിച്ച് ചേർക്കും. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്നവയെയും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കും, അഅൻതും അളൽതും ഇബാദി ഹഉലായി, നിങ്ങളാണോ എൻ്റെ ഈ അടിമകളെ വഴിതെറ്റിച്ചത്? അഹും ലല്ലു സബീൽ, അതോ അവർ സ്വയം വഴിപഴച്ചു പോയതാണോ? ഖാലു, അപ്പോൾ ആരാധ്യരായിരുന്നവർ പറയും, സുബ്ഹാനക, നാഥ നീ പരിശുദ്ധനാണ്. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയ, നിന്നെ കൂടാതെ മറ്റൊരു വലിയനെ, മറ്റൊരു രക്ഷകനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പാടുണ്ടായിരുന്നില്ല. വലാകിൻ മത്തഅതഹും, നീ ഇവരെ, ഞങ്ങളെ ആരാധിച്ചവരെ ആസ്വദിപ്പിച്ചു. വആബാഅഹും, അവരുടെ പൂർവികരെയും ഒരുപാട് ദുന്യവിയായ സൗകര്യങ്ങൾ ആസ്വദിപ്പിച്ചു. ഹത്താ നസൗ അദ്ദിക്റ, അങ്ങനെ അവർ ഖുർആനിനെ, ദിക്റിനെ, ഉത്ബോധനത്തെ മറന്നു. വകാനു ഖൗമം ബൂറ, അവർ നശിക്കുന്ന ജനങ്ങളാകുന്നു. കണ്ടോ, അടുത്ത ആയത്തും കൂടി അതിനുമായി ബന്ധപ്പെട്ടതാ. ഫഖദ് കദ്ദബൂക്കും, അവർ നിങ്ങളെ തള്ളിപ്പറയുന്നു. ബിമാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച്. ഫമാ തസ്തതിഊന സർഫൻ വലാ നസ്റ, ഈ ശിക്ഷയിൽ നിന്ന് മാറിപ്പോകുവാനോ സഹായം തേടുവാനോ അവർക്ക് സാധ്യമല്ല. വമാ യളിമു മിൻകും വമൻ യളിം മിൻകും നുദിഖുഹു അദാബൻ കബീറ, അക്രമം ചെയ്താൽ, എന്താണ് ഈ അക്രമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിർക്കാണ്, ളുൽമാണ്, അത് ഷിർക്ക്, അവരെ നമ്മൾ അതികഠിനമായ ശിക്ഷ രുചിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സൂറത്ത് അൽ ബഖറയിലെ 166-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 16, 17, 18, 19, സൂറത്ത് അൻആം, സൂറത്ത് സബയിലെ 40, ഈ വിഷയം പല പദപ്രയോഗങ്ങളിലൂടെ പല സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യൻ സ്വയം ആരാണെന്ന് തിരിച്ചറിയണം. അതല്ലാതെ നേതാക്കന്മാർ അങ്ങനെ പറയുന്നുണ്ട്, പുരോഹിതന്മാർ ഇങ്ങനെയാണ് പ്രചരിപ്പിച്ചത്, അവരൊക്കെ വലിയ അറിവുള്ള ആൾക്കാരല്ലേ, ഓലൊക്കെ അള്ളാൻ്റെ സ്വന്തക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വ്യാജ പ്രചരണങ്ങൾക്ക് വശംവദരായി ഷിർക്കിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അതുപോലെ എല്ലാ തരം വഴികേടിലും വേണ്ടാവൃത്തികളിലും ഒക്കെ ചെന്നു ചാടുന്ന നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ പരലോകം, എൻ്റെ സ്വർഗം അത് ഞാനാണ് നേടിയെടുക്കേണ്ടത്, എൻ്റെ നരകവും ഞാൻ തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ആളുകൾ എന്തെങ്കിലും പ്രചരിപ്പിക്കുമ്പോഴേക്ക് ചിന്തിക്കാതെ എടുത്ത് ചാടാൻ പാടില്ല എന്നാണ് നമുക്ക് അല്ലാഹു തആല നൽകുന്ന പാഠം. ഇതൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വയൗമ നഹ്ശുറുഹും ജമീഅൻ, നാം അവരെ പരലോകമാണ് വിഷയം. ഇത് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഖുർആനിൽ 3-1 ഏകദേശം പരലോകത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ പരലോകത്തെ സംബന്ധിച്ച് ഇത്രയും ഗൗരവമായി, ഇത്രയും വിശദമായി അല്ലാഹു തആല നമ്മളെ ഉണർത്തുമ്പോൾ അതിനർത്ഥം നമ്മൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള പ്രദേശം അവിടെയാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരുങ്ങണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വയൗമ നഹ്ശുറുഹും ജമീഅൻ, നാം അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, വഴി തെറ്റിച്ചവരെയും ഒരുമിച്ച് കൂട്ടും. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്തവരോട് ബഹുദൈവാരാധകരായ എല്ലാവരോടും അല്ലാഹു തആല ചോദിക്കും, പറയും, മക്കാനക്കും എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ സ്ഥലത്ത് തന്നെ നിൽക്കുക, അവിടുന്ന് അനങ്ങാൻ പാടില്ല, അവിടുന്ന് ഇളകാൻ പാടില്ല, നിനക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമില്ല, നീ അവിടെ നിൽക്കണം. അൻതും നിങ്ങളും നിൽക്കണം, ശുറക്കാക്കും നിങ്ങളുടെ പങ്കാളികളും. ശരീക്ക് എന്നുള്ളതിന് ബഹുവചനമാണ്. നിങ്ങൾ ആരാധിച്ചവരാണ്, നിങ്ങളുടെ പങ്കാളികൾ നിന്നും ആരാധിക്കപ്പെട്ടവരാണ്. ഈ ആരാധിക്കപ്പെട്ടവർ 2 തരത്തിലുണ്ട്. അതെങ്ങനെയാണ്?
ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമയെ പോലെ, മറിയം ബീവിയെ പോലെ, പുണ്യപുരുഷന്മാരെ പോലെ, ബദറിലും ഉഹദിലും രക്തസാക്ഷിയായവരെ പോലെ. അവരിതിന് ഉത്തരവാദികളല്ലല്ലോ. അവർ ആരോടും ഞങ്ങൾ ആരാധിക്കണമെന്നോ ഞങ്ങളെ ദൈവമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല അത് വിചാരണ ചോദിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാമയോട് ചോദിക്കുന്നുണ്ടല്ലോ. അത് സൂറത്ത് മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും ദൈവമാക്കണമെന്ന്? അപ്പം അവർ ഇതിൽ പെടൂല. കാരണം അവരത് അറിയുന്നേയില്ല. നേരെ മറിച്ച് സ്വയം ദൈവമായി ചമയുന്ന, ജീവിച്ചിരിക്കുന്ന, ഇന്നുണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങൾ. അതുപോലെ തന്നെ തങ്ങളെ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് ഉയർത്തിയിട്ട് ദൈവത്തിൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരുമൊക്കെ ആക്കി വെച്ചിട്ട് അവരുടെ വചനങ്ങളെ ഖുർആനിലെ വചനങ്ങളെപ്പോലെ സ്വീകരിക്കുന്ന അനുയായികൾ പലപ്പോഴും മുസ്ലിമീങ്ങളിലെ ചില വിഭാഗങ്ങൾ പോലുമുണ്ട്. ഈ ഷെയ്ഖ് അറിയാതെ, ഈ ഉസ്താദ് അറിയാതെ അള്ളാഹ് ദുനിയാവിൽ ഒന്നും നടത്തൂല. ദുനിയാവിലൊക്കെ അള്ളാഹ് അയാളോട്, അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ എന്ന് മാത്രം വഴല് പറഞ്ഞ്, വഷളത്തരം പറഞ്ഞ് ഇസ്ലാമിനെ പൊതുജനങ്ങൾക്കിടയിൽ പോലും അവഹേളിക്കുന്ന വേഷം ധരിച്ചിട്ടുള്ള ആൾക്കാർ. മുസ്ലിം വേഷം അല്ലെങ്കിൽ പണ്ഡിത വേഷം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ പണ്ഡിതന്മാർക്കായിട്ടൊരു വേഷം ഇസ്ലാമിലില്ല. പണ്ഡിതന്മാർക്കായിട്ടൊരു വേഷമൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ എല്ലാവർക്കും മാന്യമായ വേഷം, ഇതെല്ലാവർക്കും ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതനാണെന്നതിലുള്ളതിന് വേറെ വേഷമൊന്നും ധരിച്ചിട്ടില്ല. അപ്പോൾ കൃത്രിമമായി പൗരോഹിത്യമുണ്ടാക്കി ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയത് പണ്ട് ജൂതന്മാരൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ തുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്തവരോട് അള്ളാഹ് പറയും, മക്കാനക്കും, നിൽക്കണം അവിടെ. അതാണ് മക്കാനക്കും ആ പദത്തിൻ്റെ അർത്ഥം. നൂന് ഫത്ഹായിട്ടുണ്ട്, അവിടെ നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അൻതും, നിങ്ങളും, വ ശുറക്കാഉക്കും, നിങ്ങളുടെ പങ്കാളികളും, അഥവാ ഞങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുന്നത് അറിഞ്ഞവർ, അതിനെ പ്രോത്സാഹിപ്പിച്ചവർ. ഇന്നുണ്ടല്ലോ ആൾ ദൈവങ്ങൾ എത്രയുണ്ട്. ആൾ ദൈവങ്ങളായി ഇങ്ങനെ നിന്ന് കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക. എന്തെല്ലാം വിചിത്രമായ ദൈവങ്ങളാണ് നമ്മളെ നാട്ടിൽ. കണ്ട ചിരി പൊട്ടിപ്പോകും ചില ദൈവങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട. ആണും പെണ്ണും ഒക്കെ വൃത്തികേടിൻ്റെ നഗ്നരായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ. മക്കാനക്കും അൻതും വ ശുറക്കാഉക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും അവിടെ നിൽക്കണം, അനങ്ങാൻ പാടില്ല. ഇത് സൂറത്തു യാസീനിൽ നമ്മൾ ഓതാറില്ലേ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു പ്രയോഗമാണ്. അൻതും വ ശുറക്കാഉക്കും ഫസയ്യൽനാ ബൈനഹും, നാം അവർക്കിടയിൽ വേർതിരിക്കും. അഥവാ അനുയായികളെയും നേതാക്കളെയും തമ്മിലൊന്ന് വേർതിരിക്കും. ഇവർ തമ്മിലൊന്ന് തീരുമാനിക്കട്ടെ. അനുയായികളെയും നേതാക്കന്മാരെയും, ഷിർക്ക് ചെയ്തവരെയും ചെയ്യപ്പെട്ടവരെയും. എന്നിട്ട് ഷിർക്ക് ചെയ്യപ്പെട്ടവരോട് ചോദിക്കും, നിങ്ങൾ കാരണക്കാരാണോ? അപ്പോൾ അവർ അനുയായികളെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്താണ്? ഓരോരുത്തരും അവരുടെ നിലപാട് സത്യസന്ധമാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കണം. അതിനുള്ള ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്, അതിനുള്ള ബുദ്ധിയുമുണ്ട്. ഫസയ്യൽന ബൈനഹും, നാം അവർക്കിടയിൽ വേർതിരിക്കും. വഖാല ശുറക്കാഉഹും, പങ്കാളികൾ, ദൈവങ്ങളായി ആരോപിക്കപ്പെട്ടവർ പറയും, മാ കുൻതും, ആരോട് പറയും? അനുയായികളോട് പറയും, മാ കുൻതും, നിങ്ങളായിരുന്നില്ല, ഇയ്യാന, ഞങ്ങളെ, തഅ്ബുദൂന, ആരാധിക്കുന്നവർ, ഞങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗം അറിയാത്ത വിധത്തിൽ ആരാധിക്കപ്പെട്ട, പിൽക്കാലത്ത് ആരാധ്യരായി മാറിയ, നമുക്കറിയാലോ. പിന്നെ പ്രതിമകൾ ആരാധിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ മഹാന്മാരായ ഗുരുവിനെ അടക്കം, ഇല്ലേ, ശ്രീനാരായണ ഗുരു അടക്കം പിന്നീട് എന്തായി? ദൈവമായി ആരാധിക്കപ്പെടുന്നു, പ്രതിമ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇവർ ഞങ്ങൾ ആരാധിച്ചിരുന്നില്ല എന്നവർ നിഷേധിക്കും. അപ്പോൾ ഇങ്ങനൊരു വിഭാഗം പുണ്യപുരുഷന്മാരായി, നബിമാരായി, മഹാന്മാരായ രക്തസാക്ഷികളായിരുന്ന ഒരു വിഭാഗം, അതോടൊപ്പം ഞങ്ങൾ ദൈവങ്ങളാണെന്ന് സ്വയം വാദിക്കുന്ന വേറൊരു വിഭാഗം. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെയും അല്ലാഹു തആല ഈ വിഷയത്തിൽ നമ്മളെ ഉണർത്തുന്നുണ്ട്. അതിൽ നിരപരാധികളായ
മഹാന്മാരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അവരെ അല്ലാഹു തആല മാറ്റി നിർത്തും. ആരാധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവരെയും ആരാധ്യരെയുമാണ് അല്ലാഹു തആല പിടികൂടി ശിക്ഷിക്കുക എന്നുകൂടി കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാത്തരം അബദ്ധത്തിൽ പറ്റിപ്പോകുന്നത് പോലും ശിർക്കുപരമായ വിശ്വാസങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ, കുറ്റങ്ങൾ എല്ലാം നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാറ്റി നൽകുമാറാകണേ. രക്ഷിതാവേ, റമളാൻ ഞങ്ങളിൽ നിന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആരാധനകളിൽ മുഴുകുവാനും നീയുമായി അടുക്കുവാനുമുള്ള ഈമാനികമായ കരുത്ത്, ബോധം ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണം. ഈ റമളാനും ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യമായി നാളെ പരലോകത്തെ നീ നൽകി ഞങ്ങളെ നീ സഹായിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.